ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അതിൽ എനിക്ക് വിഷമമുള്ള അതിലൊരാൾ അതിൻ്റെ അകത്ത് ഡബ് ചെയ്തതിന് ശേഷം ഭാഗ്യലക്ഷ്മി എന്നാണ് അതിൻ്റെ അകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷം ആ പടത്തിനെ കുറിച്ചിട്ട് വിമർശിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനൊന്നും അവരൊന്നും പറയാൻ പാടില്ല. ഒന്നുമില്ല അഭിപ്രായം പറയാം. താൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു നിമിഷം പോലും അദ്ദേഹം ചിന്തിച്ചില്ല. അബ്ബയുടെ പോസ്റ്റർ പങ്കുവെച്ച് മോഹൻലാലിനെ വിമർശിച്ച് ഭാഗ്യലക്ഷ്മി. ഇതേ ഭാഗ്യലക്ഷ്മി തന്നെയാണ് 85 ദിവസം ദിലീപ് ജയിലിൽ കിടന്ന് പുറത്തായ സമയത്ത് ഇറങ്ങിയ രാമലീല എന്ന് പറയുന്ന പടത്തിൽ ദിലീപിൻ്റെ അമ്മയുടെ വേഷം ചെയ്ത രാധികയ്ക്ക് ഡബ് ചെയ്തത്. ഇത്രയും ഡയലോഗ് പറഞ്ഞ ഈ ഒരു വ്യക്തിക്കെതിരെ അന്ന് പ്രൊഡ്യൂസർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ ആദ്യം അത് കാണിക്കാം. രാമലീല റിലീസ് വന്നപ്പോൾ മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഒരു വിഭാഗം കാണും, ഒരു വിഭാഗം കാണില്ല. എന്തായിരുന്നു അത്തരത്തിലൊരു അങ്ങനെ ആരും കാണാതിരുന്നിട്ടില്ല. ചിലർ ഏതെങ്കിലും ചില ബുദ്ധിജീവികൾ ഇങ്ങനെ നമ്മുടെ ടി വിയിൽ കയറിയിരുന്ന ആരൊക്കെ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഇത് കാണാൻ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ത്രീകൾ വലിയ അഭിപ്രായമൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അന്ന് എന്താണോ സംഭവിച്ചത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കാര്യം നാളെ ബബ്ബ എന്ന് പറയുന്ന ഒരു മൂവി റിലീസാകാൻ പോവുകയാണ്. ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഞങ്ങൾ ആ മൂവി കാണത്തില്ല. പിന്നെ ഈ അടുത്ത് ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. KSRTC ബസ്സിനകത്ത് പറക്കും തളിക ദിലീപിൻ്റെ മൂവി ഇട്ട സമയത്ത് അത് ഞാൻ കാണുന്നില്ല, ആ മൂവി ഇവിടെ നിർത്തിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്ന് ഭയങ്കര രീതി പ്രതികരിക്കുന്നത്. എടാ, ഇതൊക്കെ ഭയങ്കര ഓവറാണ്. സിനിമയും റിയൽ ലൈഫുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യില്ല. ഒരു സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഉപജീവന മാർഗ്ഗമാണ് ഈ ഒരു സിനിമ. അല്ലാതെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിലൊക്കെ വന്നിരുന്ന് പ്രതികരിക്കുമ്പോൾ ലേശം ബോധം വേണം. എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് റിയലൈസ് ചെയ്യണം. അതിൽ എനിക്ക് വിഷമമുള്ള അതിലൊരാൾ അതിൻ്റെ അകത്ത് ഡബ് ചെയ്തതിന് ശേഷം ഭാഗ്യലക്ഷ്മി എന്നാണ് അതിൻ്റെ അകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷം ആ പടത്തിനെ കുറിച്ചിട്ട് വിമർശിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനൊന്നും അവരൊന്നും പറയാൻ പാടില്ല. ഒന്നുമില്ല അഭിപ്രായം പറയാതെ മാറിയിരിക്കണം. എന്തിനാണ് അവിടെ പോയിരുന്നുണ്ട് ഈ സിനിമ കാണരുതെന്നോ അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാം? അതൊക്കെ മോശമാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മാത്രമല്ലല്ലോ. ഇപ്പം ദിലീപിനെ കുറിച്ച് പറയാം. അതാണ് ഒരു സിനിമ എന്ന് പറയണത് ഒരാളുടെ മാത്രമല്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കേട്ടില്ലേ, ഭാഗ്യലക്ഷ്മി തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഡബ് ചെയ്തത്. എന്നിട്ട് ആ ഭാഗ്യലക്ഷ്മി ചെന്നിരുന്നിട്ട് ഈ ഒരു സിനിമയെ കുറ്റം പറയുവാണെന്ന്. അപ്പം എനിക്ക് ഭാഗ്യലക്ഷ്മി അടുത്ത് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് നിലപാടാണുള്ളത്? ഇപ്പം നിങ്ങൾ വന്ന് മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, അന്നേരം നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്ത്. ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ സമയത്ത് റിലീസായ പടമാണ് ഈ പറയുന്ന രാമലീല. അതിലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു പോയി ഡബ് ചെയ്തു? നിങ്ങൾക്ക് ലേശം നിലപാടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. എനിക്ക് ഇത്രയാണ് നിങ്ങളടുത്ത് ചോദിക്കാനുള്ളത്. ഞാൻ ഭാഗ്യലക്ഷ്മി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാര്യം ഭാഗ്യലക്ഷ്മി തുടക്കം തൊട്ടേ അതിജീവിതയുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് നല്ല രീതിയിൽ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എനിക്ക് ബേസിക്കലി യോജിക്കാൻ പറ്റത്തില്ല. സിനിമയും റിയൽ ലൈഫുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമെന്നൊക്കെ പറയുന്നത് വളരെ പൊട്ടത്തരമാണ്. ഞാൻ തീർച്ചയായിട്ടും ആ സിനിമ പോയി കാണും. എനിക്ക് പോയി കാണുന്നതിനകത്ത് യാതൊരു തെറ്റും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പറയുമ്പോഴത്തേക്ക് ദിലീപ് കുറ്റാരോപിതനാണ്. ദിലീപ് കുറ്റക്കാരനല്ല, കുറ്റാരോപിതനാണ്. അത് തെളിയിക്കട്ടെ. അത് തെളിയിച്ച് കഴിഞ്ഞിട്ട് ആണെങ്കിൽ നമുക്കും പറയാം കുറ്റക്കാരനാണെന്ന്. കോടതി പറയട്ടെ, അപ്പം നമ്മളും പറയാം. അല്ല ചുമ്മാ അയാളുടെ തലയിൽ ഒരു കാര്യം അടിച്ചേൽപ്പിച്ചിട്ട് ഇയാളാണ് എന്നും പറഞ്ഞ് അയാളെ അങ്ങ് സമർത്ഥിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും സിനിമയിലുള്ളവരെങ്കിലും അതിനെ മനസ്സിലാക്കണം. കുറേ പേരിരുന്ന് പറയുന്നുണ്ട് സിനിമയിൽ അയാളോട് വിരോധമുള്ള കുറേ ആൾക്കാർ ഡെയിലി രാവിലെ മുതൽ വൈകിട്ട് വരെ ചാനലിലിരുന്ന് ചർച്ചയിലിരുന്ന് സംസാരിക്കുന്നതായിട്ട് ദിലീപിന്. ഓക്കെ, ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ വന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഇതിൽ പുള്ളി പറഞ്ഞ കാര്യത്തിനകത്ത് 100% ഞാൻ യോജിക്കുന്നത്. കാര്യം ഒരു കഥയും ഇല്ലാതെ വന്നിരുന്ന് ഇപ്പോഴും ദിലീപിൻ്റെ ഈ ഒരു കേസും പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി വെറുതെ വിട്ട് ഇനി നമ്മൾ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അപ്പീൽ പോവുക, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അവിടെ നിന്നൊക്കെ ശിക്ഷ മേടിച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുക. അല്ലാത്ത പക്ഷം വെറുതെ വന്നിരുന്ന് ഇങ്ങനെ ഡയലോഗ് അടിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ഇനി ഭാഗ്യലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് നമുക്ക് പോവാം. ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. അതേപോലെ ഒരു നിമിഷം നിങ്ങൾക്കും ചിന്തിക്കാമായിരുന്നു. ദിലീപിൻ്റെ അമ്മയായിട്ടുള്ള രാധികയ്ക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിച്ചോ? ഇല്ലല്ലേ. നിങ്ങൾ ചെയ്തത് എന്താണ്? നിങ്ങളുടെ ജോലിയാണ് ചെയ്തത്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്താ ചെയ്തത്? മോഹൻലാലിൻ്റെ ജോലിയാണ്. ഇനി മേ ബി നിങ്ങൾക്ക് പറയാം ദിലീപ് ജയിലിലൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ ഡബ് ചെയ്തതാണ്, ആ ഒരു സമയത്ത് ഞാൻ ചെയ്തു പോയതാണെന്ന് നിങ്ങൾക്ക് വേണം ന്യായീകരിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ആ പടം റിലീസ് ആകുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ തർക്കിക്കാം. ഒരു കാരണവശാലും എൻ്റെ സൗണ്ട് അവിടെ വെളിയിൽ വിടരുത്, എനിക്ക് താല്പര്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും വിടത്തില്ല. ഒരു പ്രൊഡ്യൂസേഴ്സും വിടത്തില്ല.
പക്ഷെ നിങ്ങൾ ചെയ്തില്ല. ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ വില്ലനിസം തീർന്നിട്ടില്ല. ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് ആ വിധിയിൽ കൂടിയാണ്. അതെങ്ങനെ നേടിയെടുത്തു എന്നും അത് എന്താണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ധൈര്യം എന്നും എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും. അപ്പുറമൊന്നും ഇനി അവൾക്ക് അപമാനം അനുഭവിക്കാനില്ല. അത്രമാത്രം അപമാനം ആ 2 മണിക്കൂർ ഒരു കാറിനുള്ളിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ അപമാനം അവൾ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും, കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന് പകരം മറ്റൊരു പെണ്ണിൻ്റെ പേരാണ് അവിടെ പറയുന്നത്, മറ്റൊരു നടിയുടെ പേരാണ് പറയുന്നത്. അവൾ തയ്യാറെടുക്കുകയാണ്, അടുത്ത ഒരടി മുമ്പോട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവൾ. ഇതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു ഈ കഴിഞ്ഞ. ഇവിടെ ഈ അതിജീവിത കോടതി മുറിക്കകത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്കാരത്തി തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടും എല്ലാം ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രൂരതയാണ്. ആ ഒരു കാര്യത്തിനകത്തൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി എതിർക്കുന്നത്. കാര്യം പുള്ളിക്കാരത്തിയുടെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ നമുക്കൊക്കെ ഇവിടെ വിയോജിപ്പുള്ളത് ഈ ഭാഗ്യലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തോട്ട് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും അതിജീവിത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തള്ളി പറയുന്ന പരിപാടി നമുക്ക് ആർക്കും ഇല്ല. സോ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. പ്രത്യേകിച്ച് പൾസർ സുനിയെ പോലെയുള്ളൊരു ഭൂലോക തെമ്മാടിക്ക് ഇത്രയും കുറഞ്ഞ ശിക്ഷ കൊടുത്തതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. കാര്യം ഇത് ജീവപര്യന്തം കൊടുക്കേണ്ട ഒരു ശിക്ഷ തന്നെയാണ്. ഉച്ചയൊക്കെ ആയപ്പോഴാണ് പറഞ്ഞത് ഏകദേശം എഴുതി കഴിഞ്ഞു, പുറത്തേക്ക് വിടാൻ പോവുകയാണ്. ഇത് പലരും വിചാരിക്കുന്നുണ്ട് ഈ വന്ന വിധിയോടുകൂടി അവൾ തളർന്നു, ഇനി അവൾ മുൻപോട്ടില്ല എന്ന്. ഒരു ഇഞ്ച് പോലും ആര് വിചാരിക്കുന്നു? ഒരു മനുഷ്യരും വിചാരിക്കുന്നില്ല. എല്ലാവരും ഈ പറയുന്ന നടിക്കൊപ്പം തന്നെയാണ്. അവരുടെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ മാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോടതിയുടെ മുന്നിൽ ഒരുപാട് ആവശ്യങ്ങൾ ആ ഒരു പെൺകുട്ടി നിരത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ആവശ്യങ്ങളൊന്നും കോടതി വിലക്കെടുത്തിട്ടില്ല. കാര്യം അതിനകത്തൊക്കെ നമുക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. അല്ലാതെ ഇവിടെ ഒരു മനുഷ്യരും ഈ പറയുന്ന നടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കുന്ന ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഈ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ആ ഒരു സ്ത്രീയെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ ഒരു കണ്ണിൽ ഞാൻ കാണുന്നത് എല്ലാവരും എതിർക്കുന്നത് ഈ കോടതി വിധിയെ പറ്റിയിട്ടാണ്. പല ആൾക്കാർക്ക് ദിലീപിനെ വെറുതെ വിട്ടതിനകത്ത് എതിർപ്പുണ്ട്. ഈ പറയുന്ന പൾസർ സുനിക്ക് ശിക്ഷ കുറഞ്ഞു പോയതിന് എതിർപ്പുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എതിർപ്പുകൾ എല്ലാവരും പറയുന്നത്. അല്ലാതെ ഇവിടെ ഒരു മനുഷ്യരെ നടിയെ വന്നിരുന്ന് ആക്ഷേപിക്കുന്നതോ നടിയെ കുറ്റം പറയുന്നതോ ഞാൻ കാണുന്നില്ല. അവൾ തളർന്നിട്ടില്ല, അതിശക്തമായി തന്നെ മുൻപോട്ട് അവൾ സഞ്ചരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നിയമത്തിൻ്റെ ഏതറ്റം വരെ അവൾ പോകും. ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, ഇതിനപ്പുറമൊന്നും ഇനി അവൾക്ക് അപമാനം അനുഭവിക്കാനില്ല. അത്രമാത്രം അപമാനം ആ 2 മണിക്കൂർ ഒരു കാറിനുള്ളിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ അപമാനം അവൾ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ അവൾ ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന രീതിയിലാണ് അവളിപ്പോൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പീൽ പോയിരിക്കും. അപ്പീൽ ഉറപ്പായിട്ട് പോകുമെന്നുള്ളത് അന്ന് തന്നെ തീരുമാനിച്ച കാര്യമാണ്. പിന്നെ ഔദ്യോഗികമായി തീർച്ചയായിട്ടും അപ്പീൽ പോകണം. അപ്പീൽ പോയിട്ട് മേടിച്ച് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റ ശിക്ഷയാണ് പൾസർ സുനിക്കും ഈ ബാക്കിയുള്ള കുറ്റവാളികൾക്കും മേടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ദിലീപിൻ്റെ കേസിൽ ദിലീപിന് എഗെയിൻസ്റ്റ് ആയിട്ട് തെളിവും കാര്യങ്ങളും ഇല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നില്ല ഇനി പറയുന്ന മേൽക്കോടതികൾ ഈ ദിലീപിനെ ഒരു കുറ്റക്കാരനായിട്ട് കാണുമെന്ന്. കാര്യം ആ ഒരു ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കുന്ന എല്ലാവരും പറയുന്നൊരു കാര്യം ഇതാണ്, ഇതിനകത്ത് എന്ത് തെളിവാണ് ദിലീപിന് എഗെയിൻസ്റ്റ് ഇരിക്കുന്നതെന്ന് ഉള്ള കാര്യമാണ്. അതൊരു റിയാലിറ്റിയാണ്. അത് നമ്മൾ മാനിക്കുക. ഇനിയിപ്പോൾ അഥവാ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ദിലീപ് ഈ ഒരു തെളിവും കാര്യങ്ങളെല്ലാം കാശൊക്കെ കൊടുത്ത് നശിപ്പിച്ചാന്ന് വിചാരിച്ചോട്ടെ, ദൈവത്തിൻ്റെ കോടതിയിൽ ദിലീപിനെ ഒരിക്കലും വെറുതെ വിടത്തില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ദിലീപ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കേസുണ്ട്. അതിന് നിലവിൽ കുറ്റപത്രം അങ്ങാണ്ട് കൊടുക്കാനായിട്ടിരിക്കുവാണ്. ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ തെളിവുകളും കാര്യങ്ങളും എല്ലാം പോലീസുകാർ റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിലവിൽ ആ ഒരു കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ദിലീപ് തീർച്ചയായിട്ടും കുറ്റക്കാരനായിട്ട് തന്നെ കോടതി കാണുകയും ചെയ്യും, ദിലീപിന് അതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്യും. കാര്യം ഈ ഒരു വാർത്ത ആദ്യം പുറത്തു വിട്ടത് റിട്ടയർ SP ജോർജ് ജോസഫ് ആയിരുന്നു. പുള്ളിയുടെ ചാനലിനകത്ത് ഈ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നും അപ്പോൾ ഫോണുകളെല്ലാം റിക്കവർ ചെയ്തെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു മെയിൻ സ്ട്രീം ചാനലിനകത്ത് ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പുള്ളിയാണ് ഈ ഒരു വിഷയം വന്നിരുന്ന് പറയുന്നത്. അല്ല വാക്കിയോടെ കേൾക്കാം. അവൾ തന്നെയാണ് ഞാൻ ഇനി മുൻപോട്ട് സഞ്ചരിക്കുന്നു എന്ന് പറയേണ്ടത്. ഞങ്ങളെല്ലാവരും ഉള്ളിൽ ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പീൽ പോകും, നിയമത്തിൻ്റെ ഏതറ്റം വരെയും പോകും. അവളെ തളർത്താമെന്ന് ഈ PR വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയോ
പൈസ വാങ്ങിയ വ്യക്തിയോ ആരും വിചാരിക്കേണ്ട, ഏതറ്റം വരെയും പോകും. ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ ശിക്ഷകളും കിട്ടത്തക്ക രീതിയിൽ തന്നെ നമ്മളെല്ലാവരും ശക്തമായി തന്നെ അവളോടുകൂടി നിൽക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ മാധ്യമങ്ങളും പൊതുസമൂഹവും നോക്കൂ, മുൻപ് ഇവിടെ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ആ ഒരു സ്ത്രീയോടൊപ്പം നിൽക്കുന്നത്. പിന്നെ പുറത്തേന് പൊതുജനങ്ങളും നിൽക്കുന്നുണ്ട്. പക്ഷേ പൊതുജനത്തിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഈ ശിക്ഷയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. ഇനി ഈ ഭാഗ്യലക്ഷ്മി ഇത്രയും ഡയലോഗ് അടിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇവരുടെ ഒരു പണ്ടത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. പുള്ളിക്കാരത്തി അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതായത് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണത്. വിവാദങ്ങളും ശത്രുതയും ഒക്കെ ഞാനും കേട്ടിരുന്നു അന്ന്. ഈ പെൺകുട്ടി തന്നെ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എൻ്റെ ആ പടം കട്ട് ചെയ്തു, എൻ്റെ ഈ പടം കട്ട് ചെയ്തു എന്നൊക്കെ വളരെ വളരെ ദയനീയമായിട്ടും വളരെ ദേഷ്യത്തിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്തിനാണ് ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴും അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചിലർക്ക് അങ്ങനെ ദേഷ്യം, അവർ പറഞ്ഞിട്ടാണ് എൻ്റെ കുടുംബത്തിൽ വിള്ളലുണ്ടായത് എന്ന് മനുഷ്യ സഹജമായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതൊരു ക്രൂരതയിലേക്ക് പോകും എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമാ മേഖലയിൽ ഇവിടെ ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ, സ്വാഭാവികമായിട്ടും ആർക്കായാലും ഉണ്ടാകുന്നൊരു ദേഷ്യം. അതായത് ഈ മഞ്ജു വാര്യറും ദിലീപും തമ്മിൽ വേർപിരിയാനായിട്ടുള്ളൊരു കാരണം ഈ പറയുന്ന നടിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ദേഷ്യം ഉണ്ടാവും. പക്ഷേ എന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നൊന്നും പുള്ളിക്കാരത്ത് വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദിലീപിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 85 ദിവസത്തോളം പുള്ളിക്കാരൻ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഈ പുള്ളിക്കാരത്തി വന്നിരുന്നിട്ട് ദിലീപിൻ്റെ രാമലീല എന്ന് പറയുന്ന പടം ഡബ് ചെയ്ത് കൊടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് യാതൊരു നിലപാടും ഇല്ലെന്ന് ഈ ഒരു കാര്യത്തിലൊക്കെ വന്നിരുന്ന് തെളിയിക്കുവാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ജഡ്ജ്മെൻറ്റ് പുറത്ത് വന്ന സമയത്ത് ഓരോ ദിവസം ഓരോ ആൾക്കാരുടെ മൊഴികൾ പല മീഡിയാസുകാരും പുറത്തു വിടുന്നുണ്ട്. അതിനകത്ത് ഇന്ന് ഈ നടിയുടെ ഭാഗത്തെ മൊഴി, പ്രത്യേകിച്ച് ദിലീപിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൊഴിയുണ്ട്. അതിനകത്ത് പുള്ളിക്കാരത്തി പറയുന്നു, തുടക്ക സമയത്തെ ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയണത്, ദിലീപിന് എന്നോട് ശത്രുതയുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. പക്ഷേ ഈ ഭാഗ്യലക്ഷ്മിയുടെ ഈ ഒരു ഇപ്പം നിങ്ങൾ ഈ കണ്ട ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഒരു രീതിയിലും ദിലീപ് ഇങ്ങനെ ചെയ്യുമെന്ന് ആ ഒരു നടി വിശ്വസിക്കുന്നില്ല എന്നാണ് ആദ്യമേ പറഞ്ഞതെന്ന്. പിടികിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, ഈ അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞ നിലപാടില്ലാത്തത്. എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് പലപ്പോഴും അവർക്ക് തന്നെ ബോധമില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറ്റക്കാരനാക്കുക. ഇപ്പം പൾസർ സുനിയെ വെറുതെ വിട്ടാലും പ്രശ്നമല്ല, ദിലീപിനെ കുറ്റക്കാരനാക്കുക. ഈ അതിജീവിതയുടെ വക്കീൽ പറഞ്ഞൊരു ഡയലോഗ് നിങ്ങൾ കേട്ട് കാണുമല്ലോ, അതായത് ദിലീപ് റേപ്പ് ചെയ്താലും ഇത്രയും പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ പറയണമെങ്കിൽ അവർക്ക് എന്തുമാത്രം ബോധമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. 80% ആളുകളെ എങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിധി വന്നതോടുകൂടിയാണ് കുറേ കൂടെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായത് ഇദ്ദേഹം തന്നെയാണ് അത് കൊട്ടേഷൻ കൊടുത്തത്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ, സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഇത് കോടതി തന്നെ വന്നിരുന്ന് വെല്ലുവിളിക്കുമല്ലേ? കോടതിയിൽ വേണ്ടത് തെളിവുകളാണ്. നിങ്ങൾ വന്നിരുന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആണ്. കോടതിയിൽ തെളിവില്ലാത്ത പക്ഷം ഒരിക്കലും ആ ഒരു മനുഷ്യനെ ശിക്ഷിക്കത്തില്ല. വിധി വന്നതിന് ശേഷമാണ് എല്ലാവർക്കും മനസ്സിലായത് ദിലീപാണ് കുറ്റം ചെയ്തതെന്ന്. വിധി വന്നതിന് ശേഷമാണ് കുറേ ആൾക്കാർക്ക് ബോധം വന്നത്. ശരിയാണല്ലോ, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ് വന്നിരുന്ന ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ കോടതിയിൽ തെളിവില്ലാത്ത വശം വന്നിരുന്ന് കോടതി ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവരൊക്കെ സംസാരിക്കുന്നത്. അതായത് കോടതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളോ, ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റും എന്നൊക്കെയാണോ നിങ്ങൾ മേ ബി ഉദ്ദേശിക്കുന്നത് കോടതിയെ പറ്റിയിട്ട്? എനിക്ക് പിടികിട്ടത്തില്ല നിങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിൽ എന്താണ് ശരിക്കും പറഞ്ഞു വരുന്നതെന്ന്. തിന് പകരം മറ്റൊരു പെണ്ണിൻ്റെ പേരാണ് അവിടെ പറയുന്നത്, മറ്റൊരു നടിയുടെ പേരാണ് പറയുന്നത്. ആ നടി ഒരിക്കലും ആ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടല്ല അവർ അന്ന് സംസാരിച്ചത്. ഇദ്ദേഹം സ്വയം ഇതെന്നെയാണ്, എന്നെ തന്നെയാണ് എന്ന് ഇദ്ദേഹം ചിന്തിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അദ്ദേഹം ചെയ്തു എന്നുള്ളതിന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ വില്ലനിസം തീർന്നിട്ടില്ല. ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് ആ വിധിയിൽ കൂടിയാണ്. അതെങ്ങനെ നേടിയെടുത്തു എന്നും അത് എന്താണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ധൈര്യം എന്നും എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത് മഞ്ജു വാര്യറിനെയാണ്. മഞ്ജു വാര്യറാണ് ഈ ഒരു വിഷയം
ഫസ്റ്റ് പബ്ലിക്കിന് മുന്നിൽ പറയണത് ഇതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന്. ദിലീപ് പുറത്തിറങ്ങി വന്ന് പറഞ്ഞത് എന്താണ്? എന്ന് മഞ്ജു ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞു അന്ന് തൊട്ട് എനിക്കെതിരെ ആൾക്കാർ പ്രവർത്തിച്ച് തുടങ്ങി എന്നുള്ള രീതിയിലായിരുന്നു ദിലീപ് വന്ന് പറഞ്ഞത്. ശരിക്കും മഞ്ജു വാര്യർ ഈ ഗൂഢാലോചനയുടെ കാര്യം പറയേണ്ട റീസൺ എന്താണ്? കാര്യം ദിലീപും മഞ്ജുവും തമ്മിൽ വേർപിരിയാനായിട്ട് ഈ പറയുന്ന നടിയാണ് പ്രധാന കാരണമെന്ന് വിശ്വസിച്ച് ദിലീപ് കാട്ടിക്കൂട്ടി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി അന്ന് ഉദ്ദേശിച്ച് സംസാരിച്ചത്. അതായത് ഇവരുടെ പേഴ്സണൽ ലൈഫ് തകർത്തതിൻ്റെ വാശി ദിലീപ് കാണിച്ചതാണെന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് ആ ഗൂഢാലോചനയുടെ കേസ് പറഞ്ഞത്. അല്ലാതെ ഈ ഭാഗ്യലക്ഷ്മി വന്നത് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതൊന്നും ആയിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നില്ല. സിനിമയ്ക്കുള്ളിൽ നിന്ന് അങ്ങനെ ആരും വന്നിട്ടില്ല. പുറം ലോകത്ത് നിന്ന്, സാംസ്കാരിക ലോകത്ത് നിന്നും, പൊതുസമൂഹത്തിൽ നിന്നും, മാധ്യമങ്ങളിൽ നിന്നുമാണ് അവളോടൊപ്പം ഞങ്ങളും അവളോടൊപ്പം ഉണ്ട് എന്നൊരു കുറേ കൂടി വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും പറയുന്നു. പക്ഷെ സിനിമയ്ക്കുള്ളിൽ അന്നും ഇന്നും എന്നും അവർ അയാളോടൊപ്പം തന്നെയായിരിക്കും. കാരണം അയാളുടെ കയ്യിൽ പണമുണ്ട്. ആ പണമാണ് സംസാരിക്കുന്നത്. അയാളുടെ മാർക്കറ്റ് ഇല്ലാതെയാവുമ്പോൾ, അയാളുടെ കയ്യിൽ പണം ഇല്ലാതെയാവുമ്പോൾ ഇവരുടെയൊക്കെ ഈ സംസാരമൊക്കെ നിന്നോളൂ. അപ്പോൾ ഈ പറയുന്ന കോടതിയൊക്കെ പൈസ കൊടുത്ത് സ്വാധീനിച്ചതാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞു വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പം ഇത് കോടതിയിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നതാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ജഡ്ജിക്ക് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കണം. കാര്യം ഇത് കോടതി തന്നെ അപമാനിക്കുവാണ്. കാര്യം നാളെ നമ്മുടെ നാട്ടിൽ എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ കുറച്ച് പൈസയൊക്കെ എറിഞ്ഞ് കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ കുറ്റവിമുക്തനായിട്ട് വിടും എന്നാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത്. കോടതിയെക്കാട്ടി അപ്പുറം ഒരു വിധിയുണ്ടോ? ഇവർ ശരിക്കും പറഞ്ഞാൽ കോടതി വരെ വന്നിരുന്നിട്ട് കംപ്ലീറ്റ്ലി ആക്ഷേപിക്കുവാണ്. ഇവരുടെ സംസാര രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരാണ് കോടതി എന്നുള്ള രീതിയിലാണ് ഇവർ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇവർ തുടക്കം തൊട്ട് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നതിലും എടുക്കുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും എല്ലാം നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെ യോജിക്കാൻ പറ്റും? നിങ്ങൾക്ക് ആർക്കെങ്കിലും യോജിക്കാൻ പറ്റുന്നുണ്ടോ? മേ ബി ഈ അന്ധമായിട്ടുള്ള കുറച്ച് ആൾക്കാർ മേ ബി യോജിക്കത്തില്ലായിരിക്കും. കുറച്ച് ബുദ്ധിയോടെ കൂടിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപ് ശിക്ഷിക്കപ്പെടണം, അങ്ങനെ പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ കോടതി വെറുതെ വിട്ട സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ അങ്ങനെ സംസാരിക്കാൻ പറ്റും? അപ്പോൾ പോരാത്തിന് തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. തീർച്ചയായിട്ടും ഈ ആളുകൾ അധികം വൈകാതെ കോടതിയിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇനിയും അയാൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇത് പല നടിമാരോടും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ തന്നെ പറഞ്ഞു. ആ വ്യക്തി ഇനി ഇറങ്ങിയാലും ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത് എന്നൊരു എനിക്ക് തോന്നുന്നു. ആ ഒരു ബോധം എന്തുകൊണ്ട് കോടതിക്ക് വന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആ ഒരു ഭയം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? എല്ലാ പ്രിവിലേജും അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു വിധി പറയാൻ സാധിക്കും. പക്ഷെ നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് അത് പറ്റില്ല. നമുക്കെല്ലാം തന്നെ ഭയമാണ്. ഇനിയും എത്ര കുട്ടികൾ ഇത്തരത്തിൽ ദുരനുഭവം നേരിടേണ്ടി വരും ഇത്തരം ആളുകളിൽ കൂടി. ഈ പറഞ്ഞതിനകത്തോട് ഞാൻ യോജിക്കാം. കാര്യം പൾസർ സൂനിയെ പോലെയുള്ളൊരു തെമ്മാടി അവനൊക്കെ ഇനിയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവനൊക്കെ ജീവപര്യന്തം വിധിച്ച് ഇവനൊക്കെ എന്നേക്കുമായി ജയിലിലിടണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ഒരു വിധിയോടെ മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാവർക്കും വിയോജിപ്പുള്ളത്. പക്ഷേ ഇവിടെ പുള്ളിക്കാരത്തിയുടെ ഒരു സംസാര രീതി പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ദിലീപിനെ അകത്താക്കണം, അല്ലാതെ അയാൾക്ക് എങ്ങനെയെങ്കിലും മാക്സിമം ശിക്ഷ മേടിച്ച് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഇവർക്ക് ആർക്കും തോന്നുന്നില്ല. കാര്യം ആ ഒരു വിഷമോ സങ്കടമോ ഒന്നും ആരുടെയും കണ്ണിൽ ഞാൻ കാണുന്നില്ല. എല്ലാവർക്കും ദിലീപിൻ്റെ പടവും കാണരുത്. ദിലീപിൻ്റെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പടത്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. ദിലീപ് മാത്രമല്ല പടത്തിൽ അഭിനയിക്കുന്നത്, ഒരുപാട് ആൾക്കാർ ഇതിൻ്റെയൊക്കെ പിന്നിൽ കടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു ബോധം പോലും ഇല്ലാതെയാണ് പല ആൾക്കാരും വന്ന് സംസാരിക്കുന്നത്. നല്ല ഭയമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അത് മഞ്ജു പറഞ്ഞത് സത്യമാണ്. ഇനി ഒരു പക്ഷേ ഈ അതിജീവിത അന്ന് ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ ഈ സംഭവം കേസാക്കിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പാണ് അടുത്തത് മഞ്ജു വാര്യർ തന്നെയായിരിക്കും ഇതുപോലെ മറ്റൊരു സിറ്റുവേഷനിൽ വന്ന് വീഴാൻ പോകുന്നത്. ഭാഗ്യത്തിന് അവൾ കേസ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവളെന്നല്ല പല പെൺകുട്ടികളും രക്ഷപ്പെട്ടത്. ആ ഒരൊറ്റ നമ്മൾ ഈ പറയുന്ന അതിജീവിത കാരണം മാത്രമാണ്. അല്ല, അവരൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് അതായത് മഞ്ജു വാര്യർ അന്ന് കേസ് കൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് മഞ്ജു വാര്യർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മഞ്ജു വാര്യറിനെതിരെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തേനെ എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. നിങ്ങൾ ഈ ഒരു വിഷയത്തിനകത്തോട് യോജിക്കുന്നുണ്ടോ? കോടതി വെറുതെ വിട്ട ഒരു മനുഷ്യനെ പറ്റിയിട്ട് വന്നിരുന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് ദിലീപ് ഇൻ കേസ് ഇങ്ങനെയുള്ള സംഭവത്തിലൊന്നും ഇൻവോൾവ് അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞൊക്കെ ഇവർക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ ശരിക്കും പറഞ്ഞ ഈ ഒരു വിഷയം ഏത് ലെവലിലോട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇവർക്ക് ഈ പറയുന്ന അതിജീവിതയ്ക്ക് വേണ്ടി എന്തെങ്കിലും നീതി മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പോട്ട് ഇവർക്ക് ഇത്രയും അങ്ങ് അതിജീവിതയെടുത്ത് ആത്മാർത്ഥയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ദിലീപിൻ്റെ അമ്മ വേഷം ചെയ്ത രാധികയ്ക്ക് ഇവർ ഡബ് ചെയ്ത് കൊടുക്കുമോ? ഇതൊക്കെ ഒരു ചോദ്യമല്ലേ. സിനിമ വേണം, അവർക്ക് അവസരങ്ങൾ ഉണ്ടാവണം. അത് പല രീതിയിലാണ്. നിർമ്മാതാക്കളും ടെക്നീഷ്യൻസും എല്ലാവർക്കും, പ്രൊഡ്യൂസേഴ്സിന് അയാളുടെ ഡേറ്റ് വേണം. ഇപ്പോഴും
ചിലപ്പോൾ OTT-യിൽ ഇയാൾക്ക് മാർക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. OTT-യിൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇയാളെ വെച്ച് പടം ചെയ്യാൻ ഇനിയും നിർമ്മാതാക്കൾ മുമ്പോട്ട് വരും. ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ഇതിന് ചിന്തിക്കണം. മോഹൻലാൽ അഭിനയിച്ച പടത്തിൻ്റെ പോസ്റ്റർ മോഹൻലാൽ ഷെയർ ചെയ്ത് ഇപ്പോൾ എന്താ അത്ര പ്രശ്നം? മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജോലി എന്താണ്? അയാളൊരു സിനിമാ നടനാണ്. സോ അങ്ങേര് ഈ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തത് വലിയൊരു തെറ്റായിട്ടൊന്നും എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നില്ല. പുള്ളി അഭിനയിച്ച പടത്തിലെ പോസ്റ്റർ ഷെയർ ചെയ്യാതെ പിന്നെ നാട്ടുകാർ അഭിനയിച്ച പടത്തിലെ പോസ്റ്റർ പുള്ളി ഷെയർ ചെയ്യണം. ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട്, സാമ്പത്തിക സ്പേസാണ്. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. നമ്മളെപ്പോഴും ഈ കോടതിയും അങ്ങനെ തന്നെയാണല്ലോ പ്രതീക്ഷിച്ചത്. പറയുന്നതൊക്കെ നിലപാടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും രഹമലീല എന്ന് പറയുന്ന ഒരു സിനിമ പുള്ളിക്കാരത്തിൽ പോയി ഡബ് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം മോഹൻലാലിനെ വിമർശിച്ച ഈ ഒരു വ്യക്തി തന്നെയാണ് ഇത്രയും പരിപാടികൾ കാണിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. കാര്യം നിങ്ങൾ ഈ പറയുന്ന അതിജീവിതത്തെ സപ്പോർട്ട് ചെയ്യും എടുക്കുകയൊക്കെ ചെയ്ത് കൂടെ എല്ലാം നിൽക്കുന്നുണ്ട്. പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് പുള്ളിയുടെ പടത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ട് സംസാരിക്കുക. കാര്യം മോഹൻലാലൊന്നും ഇതിനകത്ത് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. എന്നിട്ട് മോഹൻലാലിനെയൊക്കെ അനാവശ്യമായിട്ട് വലിച്ചിടുവാണ്. പിന്നെ കുറേ ആൾക്കാർ ദിലീപിൻ്റെ മൂവി ബഹിഷ്കരിക്കാനായിട്ട് നടക്കുന്നു. സിനിമ വേറേത്, റിയൽ ലൈഫ് വേറേത്. അതിനെപ്പറ്റി പോലും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബോധമില്ലേ? സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമയിൽ ദിലീപ് മാത്രമല്ല അഭിനയിക്കുന്നത്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. എത്രയോ കോടി രൂപ മുടക്കി ഇറക്കുന്ന പടമാണ്. അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഒരു പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് പറയാതെയും കാണിക്കാതെ ഇരിക്കുന്നു കഴിഞ്ഞാൽ അത്ര നല്ലത്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ ഒരു ചേച്ചി കിടന്ന് ഭയങ്കര പ്രകടനം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ വഷളൻ്റെ സിനിമ കാണാൻ പറ്റത്തില്ല, ഈ നാണമില്ലേ ഈ ഒരു സിനിമ ഈ ഒരു ബസ്സിനകത്ത് ഓടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡിലൊരു വീഡിയോ പ്ലേ ചെയ്യാം. ഇതേതോ കോളേജ് എങ്ങാണ്ടാണ്. ആ ഇരിക്കുന്നത് കംപ്ലീറ്റും പെൺകുട്ടികളുമാണ്. ഈ പെൺകുട്ടികൾക്ക് ആർക്കും ദിലീപിൻ്റെ സിനിമ കാണുന്നതിനകത്തൊന്നും ഒരു എതിർപ്പുമില്ല. പ്രത്യേകിച്ച് കോളേജിൽ ഈ ഒരു മൂവി ഇടുന്നതിന് അവർക്ക് ആർക്കും പ്രോബ്ലം ഇല്ല. നിങ്ങളുടെയൊക്കെ വിചാരം പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെയൊക്കെ എതിർക്കുമ്പോഴത്തേക്ക് കോടതി ദിലീപിനെ പിടിച്ചങ്ങ് ജയിലിൽ ഇടുമെന്നായിരിക്കും. അതൊക്കെ നിങ്ങളൊക്കെ തോന്നൽ മാത്രമാണ്. കോടതിക്ക് വേണ്ട തെളിവാണ്. കോടതി വെറുതെ വിട്ട വ്യക്തിയെ പിന്നെയും വന്നിരുന്ന് ഇങ്ങനെ അപമാനിക്കുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടൊന്നുമല്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഇനി ഈ ഭാഗ്യലക്ഷ്മിയുടെ വിഷയത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഇതേ അഭിപ്രായങ്ങൾ തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞ കാര്യത്തിനകത്തോട്ട് പകുതി ആൾക്കാർ യോജിക്കുന്നത്. ഞാൻ 2-3 ചാനൽ ചർച്ച കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ശ്യാം എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. ഈ ഭാഗ്യലക്ഷ്മി പറയുന്നത്, ഭാഗ്യലക്ഷ്മിയോട് നമുക്ക് ബഹുമാനമുണ്ട്. ഒട്ടനവധി ചിത്രങ്ങളിൽ ഡബ് ചെയ്തിട്ടുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും മനോഹരമായിട്ടുള്ള പല കഥാപാത്രങ്ങൾക്കും ശബ്ദം കൊടുത്തിട്ടുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഭാഗ്യലക്ഷ്മി. അങ്ങനെയുള്ള ഭാഗ്യലക്ഷ്മിയോട് നമ്മൾ പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ കോടതി വെറുതെ വിട്ട നടനായിട്ടുള്ള ദിലീപ് കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. മിണ്ടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മിണ്ടിയിട്ടില്ല. മിണ്ടാൻ അവസരവുമില്ല. അത് ആൾക്കാർ കേൾക്കാനും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 8.5 വർഷം ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയോട് പോരാടി നീതിന്യായ വ്യവസ്ഥയിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു. നമുക്കെന്താണ് ഈ കോടതി അംഗീകരിക്കാൻ, ഭാഗ്യലക്ഷ്മിക്ക് എന്താണ് ഈ കോടതി അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ആ ഒരു ചോദ്യമാണ് എനിക്കുള്ളത്. കോടതി അംഗീകരിക്കുന്നില്ല പുള്ളിക്കാരത്തി, നേരെ മറിച്ച് കോടതി ധിക്കരിക്കുവാണ്. കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോടതിയെ സ്വാധീനിക്കാം എന്നുള്ള ഡയലോഗാണ് പുള്ളിക്കാരത്തി എന്തിനെന്ന് പറയുന്നത്. അതെ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഒരു കാര്യം ചെയ്യും. ഭാഗ്യലക്ഷ്മി രാവിലെ വീട്ടിലിരുന്ന ഒരു വിധിന്യായം എഴുതിയിട്ട് ആ ഹണി M വർഗീസിന് കൊണ്ടുപോയി കൊടുക്ക്, അത് വായിക്കാൻ പറയണം. തൃശ്ശൂരിൽ അവരുടെ കുടുംബം ഇവിടെ വേണമെങ്കിൽ വഴി പറഞ്ഞു കൊടുക്കാം. അവിടെ പോയിട്ട് അത് കൊണ്ടുപോയി ഹണി M വർഗീസിന് കൊടുത്തിട്ട് അടുത്തൊരു ഡേറ്റ് എടുക്കുക. ഇപ്പൊ 8-ാം തീയതി അല്ലേ വന്നത്? December 8 മാത്രമല്ല 8-ാം തീയതി ആയിട്ടുള്ളത്. അടുത്ത January 8 വരുന്നില്ലേ? January 8 ഈ കേസിന്റെ ഈ വിധി ഈ രീതിയിൽ വായിക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് എഴുതി കൊടുക്കുന്നേ. ഇതെല്ലാം ഇതിനപ്പുറം എന്ത് പറയാൻ പറ്റും ഇവരോടൊക്കെ? അത്രയേ ഉള്ളൂ. കാര്യം നിങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു വിധി ഉണ്ടാക്കിയിട്ട് കൊടുക്ക്. അതായത് ആ ജഡ്ജിക്ക് കൊണ്ട് കൊടുക്കുക, എന്നിട്ട് ഇതങ്ങ് വായിക്കാൻ പറ. അല്ലാതെ ഇതിൽ കൂടുതൽ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എല്ലാവരും വന്നിരുന്ന് ഇനി എന്നെ തെറി വിളിച്ചിട്ടും കാര്യമില്ല. തെളിവുകളില്ലാത്ത പക്ഷം എങ്ങനെയാണ് ഈ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുന്നത്? തെളിവുകൾ കൊണ്ടുപോവാ.
ഞാനിവിടെ ഒരിക്കലും ഞാനിവിടെ അതിജീവിതയ്ക്ക് ഒപ്പമല്ല എന്ന് പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തിയുടെ കൂടെ തന്നെയാണ്. പുള്ളിക്കാരത്തിക്ക് നീതി വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും. ഇപ്പോൾ പോരാത്തതിന് ഈ പൾസർ സുനി എന്ന് പറയുന്നവന് നല്ല രീതിയിലുള്ള ശിക്ഷയാണ് മേടിച്ച് കൊടുക്കേണ്ടതെന്നാണ് നമ്മളെല്ലാവരും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് പകരം വന്നിരുന്ന് ദിലീപിനെ എങ്ങനെയെങ്കിലും അകത്താക്കുക, ദിലീപിൻ്റെ പടങ്ങൾ ബഹിഷ്കരിക്കുക, മോഹൻലാലിനെ തെറി വിളിക്കാൻ നോക്കുക, ഇതൊന്നും അത്ര നല്ല ഏർപ്പാടൊന്നുമല്ല. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.